ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശ്വാസത്തിന് വേണ്ടി തീരെ രക്തസാക്ഷിത്വം വഹിച്ച യത്തൂലിയാസിന്റെ സഹോദരന്മാരെയും കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുന്നത്. റോമിലെ ഗബ്രിയേൽ എന്ന സ്ഥലത്താണ് യത്തൂലിയാസ് ജനിച്ചത്. ട്രാജന്റെയും അട്രിയാന്റെയും ഭരണകാലത്ത് സൈന്യത്തിലെ ഉന്നത അധികാരിയായിരുന്നു യത്തൂലിയാസ്. ക്രിസ്തുമതം സ്വീകരിച്ചതിന് ശേഷം യത്തൂലിയാസ് സൈന്യാധിപത്യത്തിൽ നിന്ന് രാജിവെച്ച് കുറച്ച് സുഹൃത്തുക്കളുമായി ഒരു ഭക്ത സംഘടന രൂപീകരിക്കുകയും സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതറിഞ്ഞ ഭരണാധികാരികള് സിറിയാലാസ് എന്ന ഉദ്യോഗസ്ഥനെ യത്തൂലിയാസിന്റെ അടുത്തേക്ക് അയച്ചു. വചനം പറയുന്നത് നിർത്തലാക്കാനും അതിന് തയ്യാറായില്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനുള്ള കുറ്റപത്രം നൽകിയാണ് സിറിയാലാസിനെ അങ്ങോട്ടേക്ക് അയച്ചത്. പക്ഷേ യത്തൂലിയാസിന്റെ പ്രസംഗം കേട്ട് സിറിയാലാസിന് മാനസാന്തരപ്പെട്ടു. സിറിയാലാസും ക്രിസ്തുമതം സ്വീകരിച്ചു. അതിനു പുറമെ പ്രൊമോത്തിയസ് എന്ന ഉദ്യോഗസ്ഥനെ ഭരണാധികാരികൾ പറഞ്ഞുവിട്ടു. പ്രൊമോത്തിയാസും സിറിയാലാസിനെ പോലെ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു. മൂന്നാമതായി വിട്ടത് യത്തൂലിയാസിന്റെ തന്നെ സഹോദരനായ അമാനുഷ്യനെയായിരുന്നു. ഈ 4 പേരെയും ക്രിസ്തുമതം സ്വീകരിച്ച് കുപിതനായ രാജാവ് ജയിലിലടയ്ക്കുകയും 40 ദിവസത്തോളം അവരെ അതികഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു. പക്ഷെ ഇതുകൊണ്ടൊന്നും അവരുടെ വിശ്വാസം ത്യജിക്കാൻ അവർ തയ്യാറായില്ല. അതിനുശേഷം അവരെ 4 പേരെയും എരിയുന്ന തീച്ചൂളയിലേക്ക് എറിഞ്ഞിട്ടു. അവിടെയും അവർ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു. ഇതിൽ കുപിതനായ രാജാവ് അവരുടെ തല ശിരച്ഛേദനം ചെയ്തു. യത്തൂലിയാസിന്റെ ഭാര്യ ഇവരെ 4 പേരെയും അടക്കം ചെയ്തു. അവർ 2 പേരും വിശുദ്ധരായി തീർന്നു. അവരുടെ ജീവിത മാതൃക കണ്ടാണ് അവർക്ക് 7 മക്കളുണ്ടായിരുന്നു. ആ 7 മക്കളും രക്തസാക്ഷികളായി തീരുകയാണ് ചെയ്തത്. അങ്ങനെ യത്തൂലിയാസിന്റെയും ഭാര്യയുടെയും ജീവിത മാതൃക കണ്ട് സഹചരന്മാരും മക്കളുമെല്ലാം സുവിശേഷത്തിൽ വിശ്വസിക്കുകയും രക്തസാക്ഷികളാകുകയും വിശുദ്ധരായി തീരുകയും ചെയ്തു. നമുക്ക് നമ്മുടെ പുതിയ തലമുറകളെ നമുക്കും ഓർക്കാം. പുതിയ തലമുറയ്ക്ക് വേണ്ടി നമുക്കും ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കാം. നമുക്ക് അവർക്ക് മാതൃകയായി തീരാം. അങ്ങനെ അതിനുവേണ്ടി നമുക്ക് യത്തൂലിയാസിന്റെ സഹോദരന്മാരുടെയും മാധ്യസ്ഥം അപേക്ഷിക്കാം. ഈശോ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.